ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉയർപ്പ് തിരുനാളിന് ശേഷം 40-ാം ദിവസം കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അതിനുശേഷം 10-ാം ദിവസം നമ്മൾ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിച്ചു. അതിനുശേഷം അടുത്തയാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിച്ചു. അതിനുശേഷം വരുന്ന വ്യാഴാഴ്ച, ഇന്ന് മെയ് മാസം 30-ാം തീയതി നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആദ്യമായി തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു. സെമിനാരി പഠനകാലത്ത് ഏറ്റവും മനോഹരമായ ഒരാഘോഷമായിരുന്നു കോർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. സെമിനാരി അങ്കണം മുഴുവൻ അതിമനോഹരമായി അലങ്കരിച്ച് അതിലൂടെ പരിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ടുള്ള ആ പ്രദക്ഷിണം സെമിനാരിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഒരനുഭവമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ലൂമിനസ് മിനിസ്ട്രിയിൽ നാം പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് എന്നും നിത്യം നമ്മളോട് വസിക്കുവാനായിട്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയുടെ പ്രത്യേക അനുസ്മരണമാണ് നമ്മൾ ആ രഹസ്യത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. എത്ര ചെറുതാകാൻ എത്ര വലുതാകണം എന്ന് നാം പാടുമ്പോഴും ഒരു ചെറിയ കാറ്റ് കൊണ്ട് ഇളകിപ്പോകുന്ന ആ തിരുവോസ്തിയെ വലിയ കാറ്റുകൾ പിടിച്ചു നിർത്താൻ പറ്റുന്ന ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസവും നമുക്കുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ആ വലിയ തിയോളജിയിലേക്കൊന്നും നാം പോകേണ്ട കാര്യമില്ല. അനുദിനം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആന്തരിക മാറ്റവും ഒക്കെ നാം അനുഭവവേദ്യം ഉൾക്കൊള്ളുന്നവരാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.